കൊൽക്കത്തയിലെ ആർജി കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കൂട്ടബലാത്സംഗം നടന്നതായി സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശമില്ല. സഞ്ജയ് റോയ് എന്നയാളെ മാത്രമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് യുവ ഡോക്ടർ ഉറങ്ങാൻ പോയ സമയത്ത് സിവിൽ വളണ്ടിയറായ സഞ്ജയ് റോയ് എന്നയാൾ കൃത്യം നടത്തിയെന്നാണ് പ്രത്യേക കോടതിയിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി ആരോപണങ്ങളുണ്ടായിരുന്നെങ്കിലും സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്നാണ് സിബിഐ വ്യക്തമാക്കുന്നത്. ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ചാണ് പ്രതി കൃത്യം നടത്തിയതെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. 200ഓളം പേരുടെ മൊഴി സിബിഐ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആദ്യ കുറ്റപത്രം മാത്രമാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. കൂടുതൽ പ്രതികളുണ്ടോ എന്നതിൽ സിബിഐ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. കൊലപാതകം നടന്ന ദിവസം സഞ്ജയ് റോയ് സെമിനാർ ഹാളിലേക്ക് പ്രവേശിച്ചതുൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഗസ്റ്റ് 14-ന് കേസിന്റെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ജനം, ഡൽഹി.